ജമാഅത്തുകൾ നമ്മുടെ സംഘടനയ്ക്കുണ്ട്. ഈ സംഘടനയിലുള്ള ഓരോ ജമാഅത്തുകളിലും ഓരോ യൂണിറ്റുകൾ സ്ഥാപിച്ചാൽ എത്ര ഈ കെട്ടിടത്തിലല്ല മറ്റു വേറൊരു കെട്ടിടത്തിൽ വന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആണെന്നില്ല. അതുകൊണ്ട് എൻ്റെ നേതാക്കളോട് ഇന്ന് തിരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ്. പഴയതായാലും പുതിയതായാലും തിരഞ്ഞെടുക്കുന്നവർ ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും എത്ര ജമാഅത്തുകളുണ്ടോ ആ ജമാഅത്തുകളിൽ ഒരു യൂണിറ്റെങ്കിലും സ്ഥാപിക്കണം. വലിയ ജമാഅത്തുകളാണെങ്കിൽ ഞാൻ നേതൃത്വം നൽകുന്ന കൊല്ലം ജോലകപ്പുറം വലിയ പള്ളിയിൽ ഒരു കാലത്ത് 3-4 യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു. പള്ളിത്തോട്ടം, ജോലകപ്പുറം, കടപ്പുറം അങ്ങനെ 3-4 യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ ഓരോ ജമാഅത്തുകളിലും നോക്കിയാൽ ഒന്നെങ്കിലും നമ്മൾ സ്ഥാപിക്കണം. അതുകൊണ്ട് ഓരോ താലൂക്കിലുമുള്ള നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണക്കെടുക്കണം. എത്ര ജമാഅത്തുകളുണ്ടോ, എത്ര ജമാഅത്തുകളിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി എത്ര യൂണിറ്റുകൾ സ്ഥാപിക്കാനുണ്ട് നോക്കി 1 മാസത്തിനകം ഈ സ്ഥലങ്ങളിലെല്ലാം യുവജന ഫെഡറേഷൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കണം. എൻ്റെ നേതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗ്യത്തിൽ നിന്ന് പ്രതിഫലിക്കാൻ വേണ്ടിയാണ് കൂടുതൽ. നമുക്കിവിടെ വേറെ ഒന്നും നേടാനില്ല. പക്ഷെ അത് നമ്മൾ പരിപൂർണമായി ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരായിരിക്കും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ താലൂക്കിലുമുള്ള ജമാഅത്തുകൾ താലൂക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ ചിന്തിക്കണം. എത്ര ജമാഅത്തുണ്ട്, എത്ര ജമാഅത്തിൽ യൂണിറ്റുകളുണ്ട്, എത്ര ജമാഅത്തിൽ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. സ്ഥാപിക്കാത്തടത്ത് 1 മാസത്തിനകം ഇൻഷാ അല്ലാഹ് എല്ലാ താലൂക്കുകളിലും എല്ലാ ജമാഅത്തുകളിലും യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കണം. എങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ്സുകൾ നടത്തണം. അത് മുമ്പൊക്കെ കുറേയൊക്കെ ക്ലാസ്സുകൾ നടന്നിരുന്നു. ഇപ്പോഴും പലയിടത്തും ക്ലാസ്സുകൾ മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് വിജയിക്കണമെങ്കിൽ യുവാക്കളെ നന്നാക്കിയെടുക്കണം. യുവാക്കളെ നമ്മൾ ദീനുമായി ബന്ധമില്ലാത്ത യുവാക്കളെ ഇതിലേക്ക് ക്ഷണിക്കണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. വരാത്തവരെ അവരെ പോയി ക്ഷണിക്കണം. അങ്ങനെ എല്ലാ യുവാക്കളെയും 40 വയസ്സിന് അകമുള്ള എല്ലാ യുവാക്കളെയും ഇതിൽ അംഗമായി ചേർക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾ, ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ജമാഅത്തുകളുടെ പ്രവർത്തനങ്ങളും ഏറെക്കുറെ വളരെയധികം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ അനീതി കാണിക്കരുത്. ഇത് ദക്ഷിണ കേരള ജമീയത്തുലമ അതിർത്തിയിൽപ്പെട്ടതാണ്. അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് പങ്കെടുക്കരുത് എന്ന് പറയുകയാണ്. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി പറയണമെങ്കിൽ നമ്മൾ ശുഷ്കാന്തിയോടും ജില്ലാ ഭാരവാഹികളോടും സ്റ്റേറ്റ് ഭാരവാഹികളോടും ഇത് പറയാനുള്ളത്, നമ്മുടെ അതിർത്തിയിലുള്ള എത്ര ജമാഅത്തുകളുണ്ടോ ആ ജമാഅത്തുകളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ കണക്കിലെടുക്കണം. ഓരോ താലൂക്കിൽ എത്ര ജമാഅത്തുകളുണ്ട്, എത്ര ജമാഅത്തുകൾ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ 1 മാസത്തിനകം യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഇന്ന് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികൾ അത് ശുഷ്കാന്തിയോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നിയമാവലിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം. ജമാഅത്ത് ഫെഡറേഷനും യുവജന ഫെഡറേഷനുമാണ് ശക്തമായി പ്രവർത്തിക്കേണ്ടത്. അവരുടെ ജമാഅത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച് ജമാഅത്തുകൾ നടക്കുമെങ്കിൽ അത് വിജയമാണ്. അതുപോലെ ഓരോ ജമാഅത്തുകളിലും 1 യൂണിറ്റെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനം വിജയിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിച്ചതാണ്. ഇത് പല ജമാഅത്തുകളിലും യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി.
മനസ്സിലാക്കണം. സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ഹയാത്താക്കാറില്ല. അതുകൊണ്ട് നമ്മൾ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ യോഗം കൂടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒപ്പം ബോർഡ് ഇപ്പോഴേ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. എറണാകുളത്തുള്ള അവിടെ ഒപ്പം ബോർഡിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ഒപ്പം ബോർഡിൽ പറ്റില്ല, അതിന് നിയമമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അത് നമ്മളത് ചർച്ച ചെയ്യണം. അത് ഒക്കുപ്പാക്കിയിട്ടുള്ള സ്വത്താണ്. അതിനെ ഇടയ്ക്ക് വെച്ചെന്തോ തകരാറ് സംഭവിച്ചെന്ന് പറഞ്ഞ് അത് ഇല്ലാതാക്കി കളയാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാധികാരികൾ നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്തുകളെ ഏതെല്ലാം നിലയിൽ സംവിധാനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. യുവാക്കളെ ദീനുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. അവർക്ക് സംഘടനാ നേതാക്കളാക്കിയാൽ പോരാ, ദീനുമായി എല്ലാവരും കൃത്യമായി നമസ്കരിക്കുന്നവരാകണം, ദീനിയ ചിട്ടയിൽ കഴിയണം. എങ്കിലും ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും അത് പ്രയോജനമുണ്ടാകും. അതിന് പ്രവർത്തകർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടും. നമ്മൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആ ഉത്തരവാദിത്വത്തോടുകൂടി അത് പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇന്ന് നിർബന്ധപ്പെടുത്തി ഇന്നെടുക്കുന്ന കമ്മിറ്റിക്കാർ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ട് ഓരോ താലൂക്കിലും എത്ര ജമാഅത്തുകളുണ്ടോ ആ ജമാഅത്തുകളിൽ ഓരോ യൂണിറ്റെങ്കിലും നമുക്ക് കൊല്ലത്തൊക്കെ ആണെങ്കിൽ 2-3 യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം കൊണ്ട് സ്ഥാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു മാസത്തിനകം എല്ലാ ജമാഅത്തുകളിലും ഒരു യൂണിറ്റെങ്കിലും സ്ഥാപിക്കാൻ നിർബന്ധം പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവാക്കളെ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം മെനക്കെട്ടാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. ഇതിനുമായി ബന്ധമില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ടോ, അവരെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അവരെ ദീനുള്ളവരാക്കി തീർക്കാം, നമസ്കാരമുള്ളവരാക്കി തീർക്കാം. അതിന്റെ പ്രതിഫലം നീ കാരണമായി ഒരാൾ ഹിദായത്തിലാകുക എന്ന് പറയുന്നത് ഈ ലോകം മുഴുക്ക സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ആശംസയും അഭിവാദ്യങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശേഷം നടക്കും. തിരഞ്ഞെടുപ്പാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ക്ഷണിക്കുകയാണ്. ഈരാറ്റുപേട്ടയ്ക്ക് യോഗം കഴിഞ്ഞിട്ട് തടിനോരിയിൽ കൈ കാണിച്ച് അദ്ദേഹത്തെ തടിനോരിയിൽ ഞങ്ങൾ കണ്ടു കയറ്റി കോട്ടയത്ത് വന്നിറങ്ങിയിട്ട് 4 മണിയിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കൊല്ലത്ത് വന്നൊരു കാറുണ്ട്. ആ കാലത്താണ് ഇതുണ്ടാക്കിയത്. ഈരാറ്റുപേട്ട പിന്നെ എന്തുകൊണ്ട് നേരൂടെയാണ് മറ്റുപള്ളിയുടെ നിർത്താം പുത്തമ്പള്ളിയുടെ മുകളിൽ വെച്ച് അതിനെ ചേർന്ന അതൊക്കെ ഇപ്പോൾ കളിക്കാൻ എവിടെ വാതിൽ പോയാലും അവിടെ യൂണിറ്റുണ്ടാകും. എവിടെ വാതിൽ പോയാലും അവിടെയൊക്കെ അന്വേഷിച്ച് പ്രവർത്തിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെന്നെ പറയാം, സ്വന്തം വാഹനമുള്ളവരാണ്, ഡ്രൈവിംഗ് അറിയുന്നവരാണ്, മോട്ടോർ സൈക്കിൾ ഉള്ളവരാണ്, യാത്രാ സൗകര്യമുള്ള കാലമാണ്, സാമ്പത്തിക ശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള ഒക്കെ ഉള്ള കാലമാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തന സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് നേർക്ക് നേരെ ഒന്നാക്കി ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അത് സംഘടനയ്ക്ക് നിങ്ങൾക്ക് ദോഷമൊന്നും പറയുന്നില്ല. ഉസ്താദുമാരുടെ പേരുണ്ട്, KP ഉസ്താദ് ഉൾപ്പെടെ കണക്കി ഉസ്താദ് ഉൾപ്പെടെ ഉള്ളത് പേരുള്ളതുകൊണ്ട് അത് താഴെ വെച്ച് നമ്മൾ അങ്ങനെ പോകണം. പരിശുദ്ധ ഖുർആൻ ഒന്ന് എഴുതുന്നതിന് ഒരു പേപ്പർ കട്ടി തയ്യാറാക്കി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യന്മാർ. അപ്പോൾ അത് എഴുതിയില്ല എന്ന് വിളിച്ചു. റഹ്മത്തുള്ളാഹിയുടെ കാല് നിവർത്തി വയ്ക്കുന്ന ആ ഭാഗത്താണ് പേപ്പർ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം കിടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അവിടുന്ന് മാറ്റാൻ പറഞ്ഞു. അത് ഖുർആനിലുള്ള പേപ്പറാണ്.
അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഖുർആൻ എഴുതിയില്ലല്ലോ പേപ്പറിൽ, അതെ നാളെ ഖുർആൻ എഴുതാൻ പോവുകയല്ലേ, അതിന് ബഹുമാനമുണ്ട്. ഇന്നക്കബിൽ വാതിൽ വാ, മൂസ നബിയെ ചെരിപ്പൂരി വെച്ചിട്ട് വാ, ഈ പരിശുദ്ധമായ ഒരു ആ പർവ്വതത്തിലേക്കാണ് കടന്നു വരുന്നത്. എന്താ ആ പരിശുദ്ധി? നാളെ തൗറാത്ത് ഇറങ്ങാൻ പോകും. തൗറാത്ത് ഇറങ്ങാൻ പോകാതെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലമാണ്. തൗറാത്ത് ഇറങ്ങിയോ? ഇല്ല, പക്ഷേ ചെരിപ്പൂരി വെച്ചിട്ട് വരാൻ പറഞ്ഞു. നാം സാധ്യതയിലേക്ക് പറഞ്ഞേ അതാണ് നമ്മുടെ പ്രവൃത്തി. ഖുർആൻ എഴുതാനുള്ള പേപ്പർ കാൽഭാഗം കൊടുക്കുന്ന പറ്റില്ല. ഒരു ഉസാമയുടെ പേരെഴുതിയ മലയാളമാണെങ്കിലും ആയിക്കോട്ടെ, അതിന് താഴെ വെച്ച് പ്രശ്നം വരയ്ക്കുന്ന അറിയില്ല, അത് മൂടി വയ്ക്കാൻ ഭർത്താവ് ബഹുമാനം. ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, ഒരു ഇരുന്നൂറ് ആയിക്കോട്ടെ. എന്താ അതനുസരിച്ച് പറയണ്ടേ? അപ്പം അതുകൊണ്ട് ആദ്യമായി നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ ജില്ലകളിൽ നിന്നും ഇതിൻ്റെ കൗൺസിലിലേക്കുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ സെക്രട്ടറി നൗഷാദ് കൂടി ജില്ല തിരിച്ച ലിസ്റ്റ് ഒന്ന് വായിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത പ്രക്രിയയിലേക്ക് പിന്നെ പേരുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല നോട്ടീസ് തയ്യാറാക്കി. ആ നോട്ടീസ് ഇപ്പോൾ എല്ലാ മഹല്ലുകളിലേക്കും കൊടുക്കും. 7-ാം തീയതി വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ഒന്ന് കരുതി വരണമെന്ന് ഇമാമുമാർ നിർദ്ദേശം അഭ്യർത്ഥന നടത്താൻ ഭാഗത്തിൽ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഈ നോട്ടീസ് ഇപ്പോൾ വന്നവരുടെ കയ്യിൽ ഇത് കൊടുത്തേക്കും. അതിനാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ആ കാര്യത്തിലും ഒരു പ്രവർത്തനം പുതിയ കമ്മിറ്റിയുടെ കൗൺസിലിൻ്റെ ആദ്യ സേവനം എന്ന രീതിയിൽ അത് നിങ്ങൾ ചെയ്യണം. 70 വർഷം ഒരു കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞ കഞ്ചായ കുടിക്കാൻ 8 കാശില്ലാത്ത കാലത്ത് വൈഎസ്വരമായ തടിലോറിയം കയറ്റിക്കൊണ്ട് രാത്രി സഞ്ചരിപ്പിച്ച കാലത്ത് അന്ന് ഈ പറയുന്ന സിൽവർ ജൂബിലി നടത്തി വിശ്വമഹാപണ്ഡിതൻ അബുൽ ഹസൻ നബി നബി സാഹിബിനെ കൊണ്ടുവന്ന് CH മുഹമ്മദ് വായ സാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖന്മാരൊക്കെ പങ്കെടുത്ത് അന്ന് ഗർഭലയിൽ ആ സമ്മേളനം വിജയിപ്പിച്ചത് യുവജന ഫെഡറേഷനാണ്. 5 വയസ്സ് പോലും പ്രായപ്പെട്ടാത്ത യുവജന ഫെഡറേഷനാണ്. യുവാക്കൾ ഹിമ്മത്തുലില്ലാൽ ബുദ്ധിമാൻ എന്തായാലും അർത്ഥം മുസാവരിയൊക്കെ ഒരു ദിവസം പ്രസംഗിക്കും. ഹിമ്മത്തുലില്ലാൽ യുവാൻ, നമ്മുടെ മനക്കരുത്ത്, ഊർജം, ആർജം പർവ്വതങ്ങളെ എവറസ്റ്റിനെ ഇടിച്ചു നിർത്തി ദവളം ദവളമാക്കി പറത്താൻ നമുക്ക് കഴിയും. നമ്മുടെ നിശ്ചയദാർഢ്യം 300 വർഷം കൊണ്ട് ആക്സിഡന്റ് കാരണം കലയ്ക്കൽ ഭാഗം വെക്കാൻ കലയ്ക്കലേ ഉള്ളൂ. തൊടിയൂർ ഭാഗം വയ്ക്കാൻ 1000 ആളുകളുണ്ടാവും. കലയ്ക്കൽ ഭാഗം വെക്കാൻ കലയ്ക്കലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ സൂര്യൻ അസർക്കാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നിങ്ങളാണ് ഈ സമുദായത്തെ നയിക്കുന്നത്, ഈ സംഘടനയെ നയിക്കുന്നത്. ഇപ്പം എന്താ ഒരു കാര്യം ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ട്രംപ് ഈ ഫലസ്തീനിന്റെ മുഴുവൻ മക്കളെ കൊണ്ടുകൊടുക്കും, ഫലസ്തീനും ഗസായും ഒക്കെ ഇസ്രായേലിന്റെ ഭാഗമായി തീരും എന്ന് പ്രഖ്യാപിച്ച ട്രംപും നെതന്യാഹുവും ഒക്കെ ഇപ്പൊ എന്താ താഴെ വന്നിട്ട് അത് യുദ്ധം അവസാനിപ്പിച്ചു. ഫലസ്തീന്റെ തെക്കൻ ഗസയിലെ ആളുകൾ വടക്കോട്ട് ജാതിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആളാണ് പ്രവർത്തിക്കുന്ന കാരണം 2 ലക്ഷം കോടി രൂപയുടെ സൈനിക സഹായമാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇസ്രായേലിന് നൽകിയത്. അത്രയൊക്കെ ചെയ്തിട്ടും ഫലസ്തീൻ ജനതയുടെ, അവിടുത്തെ കുട്ടികളുടെ, അവിടുത്തെ യുവാക്കളുടെ, അവിടുത്തെ സ്ത്രീകളുടെ ആദ്യം നശിപ്പിക്കാൻ ഈ പറയുന്ന സിയോണിസ്റ്റുകൾക്ക് കഴിയില്ല. അവർ ധൈര്യമായി പരാജയപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അപ്പൊ പിന്നെ യുദ്ധം നിർത്തിവെക്കലല്ലാതെ രണ്ടാമതൊരു മാർഗമില്ല. കാരണം എന്താ? മരണത്തെ തെരഞ്ഞെടുക്കുകയാണ്. ഇസ്ലാമിന്റെ സൈനിക നേതാവും നായകൻ റുസ്തമിന്, യൂതനായിരുന്ന റുസ്തമൻ ചക്രവർത്തിക്ക് കത്തയച്ച് യുദ്ധത്തിന് പോകുമ്പോൾ ഇറാനികൾ മദ്യത്തെ സ്നേഹിക്കുന്ന പോലെ മരണത്തെ സ്നേഹിക്കുന്ന ഒരു വ്യൂഹവും ഒരു പട്ടാള വ്യൂഹവുമായിട്ടാണ് നിങ്ങളെ നേരിടാൻ ഞാൻ വരുന്നത്. നിങ്ങൾ ആയുധം വെച്ച് കിടങ്ങാൻ തയ്യാറായിട്ടുള്ളതാണ്. കാരണം ഞങ്ങളുടെ കൊട്ടാരം പാലത്തിന് അക്കരെയാണ്, ഇക്കരെയല്ല. നിങ്ങളുടെ കൊട്ടാരം പാലത്തിന് ഇക്കരെയാണ്.
ഞങ്ങളുടെ കൊട്ടാരം മക്കളെയാണ് എന്ന് പറഞ്ഞാൽ മരണത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഹൊസൈനെ 70,000-ഓളം ആളുകൾ മരിച്ചത്, കുഞ്ഞുങ്ങൾ മരിച്ചത് അവർ ശ്രോതാക്കളാണ്. ജന്മഭൂമിക്ക് വേണ്ടി രക്തസാക്ഷിത്വം മരിച്ചവരാണ്. ഇന്നലെ ഇവിടെ കൊല്ലത്ത് വിളിച്ചു അസ്സലാം അസ്സലാം സുഹദാ ഗസ എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കാണിക്കണം, നിങ്ങൾ അങ്ങനെ കാണിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ലിസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. KMYM സംസ്ഥാന സമിതി 2025-28 ഭാരവാഹികൾ. പ്രസിഡന്റ് എരവുമാനം ശംസുദ്ദീൻ മന്നാനി ഞാൻ വായിക്കുന്നു. വൈസ് പ്രസിഡന്റുമാർ അബ്ദുൾ റഷീദ് ബലാഹി, എറണാകുളം. നൗസാദ് മാങ്ങാക്കുഴി, ആലപ്പുഴ. ചെറിയൊരു പ്രായ വ്യത്യാസമുണ്ട്, എന്നാലും നമ്മളൊന്ന് സഹിക്കുക. അതാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രവർത്തനത്തിന് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അർഷദ് ബദിരി, പത്തനംതിട്ട. ബദിരി എന്ന് പറയുമ്പോൾ മനസ്സിലായി KM ഉസ്താദ് ബദീറുദ്ദീൻ മൗലവി ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ജമിയത്തുലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും. അദ്ദേഹം സ്വന്തമായി കാർ ഓടിച്ച് ബദരിയിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് കൊല്ലത്ത് വരികയും കൊല്ലത്ത് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഒരുപാടത്തിലധികം പോവാനുള്ള തിരക്കവും നല്ല നീണ്ട താടിയും നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു കാർഷകമാണ്. അദ്ദേഹം കാർ ഓടിച്ച് വരുമ്പോൾ സൈഡിൽ നിൽക്കുന്നവർക്കൊക്കെ കൗതുകമാണ്. അതുകൊണ്ട് പത്തനംതിട്ട എനിക്ക് ബദരിയിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിച്ചത് മാപ്പാക്കണം. അതായി പിന്നെ അർഷദിന് വേണ്ടി പ്രവർത്തിക്ക് കൊടുത്തല്ല നിങ്ങളൊക്കെ. ജാഫർ, ഇടുക്കി. വൈസ് പ്രസിഡന്റാണ്. ജനറൽ സെക്രട്ടറിമാർ സമീർ ഖാൻ, പരമ്പൂർ. സമീർ ഖാൻ, സിറാജുദ്ദീൻ അബ്രാരി, കോട്ടയം. അഡ്വക്കേറ്റ് കാര്യറ നസീർ, അദ്ദേഹം ഹോസ്പിറ്റലാണ്, ലീവ് എടുത്തിട്ടുണ്ട്. ഞാൻ പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. അദ്ദേഹം ഞാൻ നല്ല പ്രവർത്തകനുമാണ്. അപ്പോൾ ഹോസ്പിറ്റലാണ് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ലീവ് നമ്മൾ അംഗീകരിക്കാമല്ലോ, സുഖമില്ലാത്തതുകൊണ്ടാണ്. മാതൂറാണ്. സെക്രട്ടറിമാർ സമീർ നെല്ലിക്കുഴി, എറണാകുളം. റാഷിദ് പേരുമൂട്, കൊല്ലം. സദീർ, ആലപ്പുഴ. സദീർ അനസ്, കോട്ടയം. പ്രസിഡന്റ് റാഷിദ് ഭാർഗവി, കണ്ണൂർ. ഈ ഔദ്യോഗിക ഭാരവാഹികളെ നിങ്ങളുടെ മുതിർന്ന ആളുകൾ ഉത്സവരെ ഞങ്ങളുടെ അവിടെ ആലോചിച്ച ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു ഏകീകരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിയാതെ വന്നാലും ധരിച്ച് ഞങ്ങൾ നിഷ്പക്ഷമായ നിങ്ങളത് അംഗീകരിച്ചാൽ ഇത് ഹൈറാണെങ്കിൽ അള്ളാഹുവിനെ എളുപ്പമാക്കി തരണം. ഓരോ തക്ബീർ. ഇനി നമുക്ക് തിരുക്കൊച്ചി ജംഈയത്തിൻ നാമം മണ്ണിലുയർന്നൊരു നേരം. തിരുക്കൊച്ചി